കേരള PSC പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ. ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ രാഷ്ട്രപതിയും പാർലമെന്റിന്റെ ഇരുസഭകളും ചേരുന്നതാണെന്ന് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 79. ഭരണഘടന പ്രകാരം ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? രാഷ്ട്രപതിയിൽ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനും പ്രഥമ പൗരനും സർവ്വസൈന്യാധിപനും ആരാണ്? രാഷ്ട്രപതി. പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലെ അംഗങ്ങളിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ലാത്തത് ആർക്കാണ്? നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? 35 വയസ്സ്. രാഷ്ട്രപതി സായുധ സേനകളുടെ തലവനായിട്ടുള്ള ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? USA. പാർലമെന്റിലെ ഏത് സഭയെ പിരിച്ചുവിടാനാണ് രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? ലോക്സഭ. പാർലമെന്റിലെ സ്ഥിരം സഭ ഏതാ? രാജ്യസഭ. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 54. രാഷ്ട്രപതിയെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് നടപടികൾ വിശദീകരിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 61. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഉപരാഷ്ട്രപതി നിർവഹിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അനുച്ഛേദം ഏത്? അനുച്ഛേദം 65. പൊതുമാപ്പ് അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 72. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്ത്? യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങൾ. കേന്ദ്ര മന്ത്രിസഭയെപ്പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 74. പ്രധാനമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ എന്നിവരെ രാഷ്ട്രപതി നിയമിക്കുമെന്ന് പറയുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 75. ഭരണഘടനയുടെ 76-ാം അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറൽ. പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുക്കുവാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആര്? അറ്റോർണി ജനറൽ. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം എന്നുള്ള ആശയം ഏത് രാജ്യത്തു നിന്നും കടം കൊണ്ടതാണ്? ബ്രിട്ടൻ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നും സ്വാംശീകരിച്ചതാണ്? അയർലൻഡ്. പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിന്. പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് ആരാണ്? രാഷ്ട്രപതി. പോക്കറ്റ് വീറ്റോ എന്നത് ആർക്കുള്ള അധികാരമാണ്? രാഷ്ട്രപതിക്ക്. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെന്റിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആര്? രാഷ്ട്രപതി. പാർലമെന്റിലെ ബിൽ നിയമമാക്കുന്നത് ആരുടെ അനുമതി ലഭിക്കുമ്പോഴാണ്? രാഷ്ട്രപതിയുടെ. പാർലമെന്റ് സമ്മേളനം നടക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ആര്? രാഷ്ട്രപതി. പാർലമെന്റിന്റെ സമ്മേളനം തുടങ്ങി എത്ര നാളുകൾ വരെ ആണ് ഓർഡിനൻസുകൾ പ്രാബല്യമുള്ളത്? 6 ആഴ്ച. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആര്? ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് M. ഹിദായത്തുള്ള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വ്യക്തി ആര്? ജസ്റ്റിസ് M. ഹിദായത്തുള്ള. ഇന്ത്യൻ പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജികൾ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ,
അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. കേന്ദ്ര സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ, മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അംബാസഡർമാർ, ഹൈക്കമ്മീഷണർമാർ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, സായുധ സേനാ തലവന്മാർ എന്നിവരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. കേന്ദ്ര മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്ക്? രാഷ്ട്രപതിക്ക്. മണി ബില്ലുകൾക്ക് ശുപാർശ നൽകുന്നത് ആര്? രാഷ്ട്രപതി. കേന്ദ്ര കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നുള്ള ചെലവഴിക്കൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ. ഇന്ത്യൻ ഏർപ്പെടുന്ന എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവയ്ക്കപ്പെടുന്നത്? രാഷ്ട്രപതിയുടെ. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 108. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എത്ര തവണ നടന്നിട്ടുണ്ട്? 3 തവണ. 1961, 1978, 2002. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. ഏത് ബില്ലിന്റെ നടപടിക്രമങ്ങളാണ് 109-ാം അനുച്ഛേദത്തിൽ വിവരിക്കുന്നത്? മണി ബിൽ. മണി ബില്ലിനെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏതു അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 110. രാഷ്ട്രപതിക്ക് എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഏർപ്പെടുത്താൻ അധികാരമുള്ളത്? 3 തരം. യുദ്ധം, വിദേശാക്രമണം, സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാവുന്ന അടിയന്തരാവസ്ഥ ഏത്? ദേശീയ അടിയന്തരാവസ്ഥ. അനുച്ഛേദം 352. ഭരണഘടനയുടെ 21, 22 അനുച്ഛേദങ്ങളിൽ പറയുന്നവ ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ള അടിയന്തരാവസ്ഥ ഏത്? ദേശീയ അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. 1962, 1971, 1975. വിദേശാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക സന്ദർഭം ഏത്? 1975. സംസ്ഥാനത്തിലെ ഭരണ സംവിധാനം വഷളാകുമ്പോൾ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദം ഏത്? 356. സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? 360-ാം അനുച്ഛേദം. ഇന്ത്യയിൽ ഇതുവരെയായി ഏർപ്പെടുത്തിയിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഭരണഘടനയുടെ 83-ാം അനുച്ഛേദം പ്രതിപാദിക്കുന്നത് എന്ത്? പാർലമെന്റിലെ ഇരുസഭകളുടെയും കാലാവധി. ഭരണഘടനയുടെ 85-ാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്ത്? പാർലമെന്റ് സമ്മേളനങ്ങൾ. ഭരണഘടനയുടെ 93-ാം അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത വ്യക്തികൾ ആരെല്ലാം? ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഭരണഘടനയുടെ 100-ാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്ത്? പാർലമെന്റിലെ സഭകളിലെ വോട്ടിംഗ്. പാർലമെന്റ് സഭകളിലെ അംഗങ്ങൾ അയോഗ്യരാക്കപ്പെടുന്നതിനെ പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 102. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? സ്പീക്കർ. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് അഥവാ ബജറ്റിനെ പറ്റി വിവരിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 112. ഭരണഘടനയുടെ 114-ാം അനുച്ഛേദത്തിൽ ഏത് തരം ബില്ലുകളെ പറ്റിയാണ് പറയുന്നത്? അപ്രോപ്രിയേഷൻ ബില്ലുകൾ. ഭരണഘടനയുടെ 116-ാം അനുച്ഛേദം എന്തിനെ പറ്റി പരാമർശിക്കുന്നു? വോട്ട് ഓൺ അക്കൗണ്ട്. പാർലമെന്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 123. സുപ്രീം കോടതിയെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 124. സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ള അനുച്ഛേദം ഏത്? അനുച്ഛേദം 129. ഭരണഘടനയുടെ 131-ാം അനുച്ഛേദത്തിലെ പ്രതിപാദ്യം എന്ത്?
സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ ഉള്ള തർക്കങ്ങളിൽ അന്തിമ വിധി പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 131. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 139. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതിക്ക് നിയമകാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാവുന്നത്? അനുച്ഛേദം 143. ഭരണഘടനയുടെ 148 അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി എങ്ങനെ അറിയപ്പെടുന്നു? രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടത് ആര്? എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ ആരാണ്? എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? മുഹമ്മദ് ഹിദായത്തുള്ള. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാണ്? വി ഗിരി. 1975 ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ്? എസ് രാധാകൃഷ്ണൻ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആര്? പ്രധാനമന്ത്രി. ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ സാക്കിർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ സാക്കിർ ഹുസൈൻ. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? വി ഗിരി. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ കേരളീയൻ ആര്? ആർ കൃഷ്ണയ്യർ. 1987. രാഷ്ട്രപതി ആയ ഏക കേരളീയൻ ആരാണ്? ആർ നാരായണൻ. രാഷ്ട്രപതി ആവും മുമ്പ് കേരളത്തിലെ ഗവർണറായിരുന്ന വ്യക്തി ആര്? വി ഗിരി. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു ആർ നാരായണൻ? 10ാമത്തെ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആര്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച പ്രഥമ വനിത ആര്? പ്രതിഭ പാട്ടീൽ. ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയുടെ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 13. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? 1952 മെയ് 2. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആർ നാരായണനെതിരെ മത്സരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? TN ശേഷൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രഥമ വനിത ആര്? മനോഹര ഹോൾക്കർ. 1967. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആക്ടിംഗ് ആരാണ്? BD ജട്ടി. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. സംസ്ഥാന മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി ആര്? നീലം സഞ്ജീവ റെഡ്ഡി. ഏത് മുൻ രാഷ്ട്രപതിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 5 ആണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതിയുടെ പ്രതിമാസ വേതനം 1.5 ലക്ഷം രൂപ. ഉപരാഷ്ട്രപതിയുടെ പ്രതിമാസ വേതനം 1.25 ലക്ഷം രൂപ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാം ചേർന്നാണ്? രാജ്യസഭ, ലോക്സഭ. ആരുടെ തിരഞ്ഞെടുപ്പിലാണ് പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനാവുക? ഉപരാഷ്ട്രപതി.
രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആര്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? 35 വയസ്സ്. ഉപരാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് ഉൾക്കൊണ്ടതാണ്? USA. ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിലെ തർക്കങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആര്? സുപ്രീം കോടതി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തുടർച്ചയായി 2 തവണ ഉപരാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ വ്യക്തി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തുടർച്ചയായി 2 തവണ ഉപരാഷ്ട്രപദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തി? മുഹമ്മദ് ഹമീദ് അൻസാരി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? അടൽ ബിഹാരി വാജ്പേയി. കോൺഗ്രസ് പാർട്ടിക്കാരനല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. പാർലമെന്റിന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. എവിടെയാണ് മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ ചെയ്തത്? രാജ്ഘട്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. പദവിയിലിരിക്കെ അന്തരിച്ച ഏക ഉപരാഷ്ട്രപതി? കൃഷ്ണകാന്ത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ കേരളീയൻ? KR നാരായണൻ. ഇന്ത്യയിലെ ഭരണാധികാരങ്ങൾ യഥാർത്ഥത്തിൽ കൈയാളുന്നത് ആരാണ്? കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? രാഷ്ട്രപതി. പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? 25 വയസ്സ്. പ്രധാനമന്ത്രിയാവാൻ പാർലമെന്റിന്റെ ഏത് സഭയിൽ അംഗമായിരിക്കണം? ഏതെങ്കിലും സഭയിൽ. പ്രധാനമന്ത്രിയാവുമ്പോൾ പാർലമെന്റ് അംഗമല്ലാത്തവർ എത്ര സമയത്തിനുള്ളിൽ അംഗമാകണം? 6 മാസത്തിനുള്ളിൽ. കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ലോക്സഭ. കേന്ദ്രമന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ 2 തവണ താത്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ 1964, 1966. കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച രണ്ടാമത്തെ വ്യക്തി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ആര്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കുറച്ചുകാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നത് ആരാണ്? ചരൺ സിംഗ്. പ്രധാനമന്ത്രിയായ ശേഷം പാർലമെന്റിനെ അഭിമുഖീകരിക്കാതെ സ്ഥാനമൊഴിഞ്ഞത് ആരാണ്? ചരൺ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസിതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് മുൻ പ്രധാനമന്ത്രിയുടേതായിരുന്നു? ഇന്ദിരാഗാന്ധി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. 1966 ജനുവരി 11 എവിടെ വെച്ചാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ചത്? സോവിയറ്റ് യൂണിയനിലെ താഷ്കന്റ്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. തെക്കേ ഇന്ത്യക്കാരനായ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. പാർലമെന്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആര്? HD ദേവഗൗഡ. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായത് ആരാണ്? മൊറാർജി ദേശായി. ലോക്സഭയിൽ അംഗമല്ലാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിമാസ വേതനം എത്ര? 1,00,000 രൂപ. സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രതിമാസ വേതനം എത്ര? 90,000 രൂപ.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിമാസ വേതനം എത്ര? 90,000 രൂപ. ഹൈക്കോടതി ജഡ്ജിയുടെ പ്രതിമാസ വേതനം എത്ര? 80,000 രൂപ. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ഹരിലാൽ ജെ കാനിയ. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? വി.പി. സിംഗ്. ഉപപ്രധാനമന്ത്രി പദത്തെപ്പറ്റി പറയുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭരണഘടനയിൽ പരാമർശമില്ല. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ഇതുവരെയായി എത്ര ഉപപ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്? 7. രാജ്യസഭയിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 250. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 പേരെ. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എത്ര വരെ ആകാം? 550. ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ സമുദായക്കാരായ എത്ര പേരെയാണ് ഉപരാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 2 പേരെ. ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 153. സംസ്ഥാന ഗവർണർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. പൊതുമാപ്പ് അനുവദിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 161. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ ആകെ നിയമസഭാ അംഗങ്ങളുടെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല? 15%. ഭരണഘടന പ്രകാരം സംസ്ഥാന മന്ത്രിസഭയെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറഞ്ഞത് എത്ര മന്ത്രിമാരെങ്കിലും ഉണ്ടാവണം? 12. ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏവ? ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്. സംസ്ഥാന നിയമനിർമ്മാണ സമിതിയിലെ പരമാവധി അംഗസംഖ്യ എത്ര വരെ ആകാം? നിയമസഭയിലെ അംഗസംഖ്യയുടെ 1/3 വരെ. സംസ്ഥാന നിയമനിർമ്മാണ സമിതിയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങളെങ്കിലും ഉണ്ടാവണം? 40. സംസ്ഥാന നിയമസഭകളിലെ പരമാവധി അംഗസംഖ്യ എത്ര വരെ ആകാം? 500 വരെ. സംസ്ഥാന നിയമസഭകളിലെ അംഗസംഖ്യ എത്രയിൽ കുറയരുതെന്നാണ് 170 അനുച്ഛേദം പറയുന്നത്? 60. സംസ്ഥാന നിയമസഭാ അംഗമാകാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 25 വയസ്സ്. സംസ്ഥാന ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 202. ഹൈക്കോടതിയെ കോഡ്സ് ഓഫ് റെക്കോർഡ് ആയി പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 215. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സ് ആണ്? 62 വയസ്സ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്ക്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 226. നിയമസഭയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. ഏത് പ്രദേശത്തിനുള്ള പ്രത്യേക പദവിയാണ് ഭരണഘടനയുടെ 239 അനുച്ഛേദത്തിലെ പ്രതിപാദ്യം? ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശം. ഡൽഹിയിലെ മുഖ്യമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ത്രിതല പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏവ? 243 മുതൽ 243 വരെ. ഗ്രാമസഭയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 243A. ത്രിതല പഞ്ചായത്ത് സംവിധാനം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏവ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് എം. പതഞ്ജലി ശാസ്ത്രി. രാജിവെച്ച ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് ബിജാൻ കുമാർ മുഖർജി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ആര്? ജസ്റ്റിസ് പി. ഗോവിന്ദ മേനോൻ.
സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ കേരളീയൻ ആര്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, 37ാം ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിയായ പ്രഥമ വനിത ഏത് മലയാളിയായിരുന്നു? ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് ഉള്ളത്? 24. ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന 24ാമത്തെ ഹൈക്കോടതി ഏത്? ത്രിപുര ഹൈക്കോടതി, 2013 മാർച്ച് 26. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട പ്രായം എത്ര? 21 വയസ്സ്. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കും മോക്ക് ടെസ്റ്റിനുമായി സന്ദർശിക്കുക www.keralapscgk.com.